വയനാട് ദുരിതത്തിൽപ്പെട്ടവർക്കായി ലീഗ് ഒരു വീട് വെച്ചു. 58ഓളം വീടുകൾ ലീഗ് വയനാട്ടിലെ ദുരിത മുഖത്ത് പോയവർക്കായി പണിതു കൊടുത്തു. ഒരു സംശയവുമില്ല, വയനാടിൽ ലീഗ് ചെയ്ത പ്രവർത്തനത്തിന്റെ അപ്പർ ഹാൻഡ് എടുത്ത് നൈസായിട്ട് ഗോൾ അടിക്കാൻ വേണ്ടി നിൽക്കുന്ന കൂട്ടമായി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ്. എന്ത് അവകാശമാണ് കോൺഗ്രസിന് CPM-നെ LDF-നെ പറയാനുള്ളത്? LDF അവിടെ ദുരന്തമുണ്ടായി നിശ്ചിതമായ സമയത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് വീടുണ്ടാക്കി കൊടുക്കും, വലിയൊരു ടൗൺഷിപ്പ് ദുരിതബാധിതർക്കായി നിർമ്മിച്ചു കൊടുക്കുമെന്ന്. ഏപ്രിലിൽ ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രോട്ടോകോൾസ് വന്നതുകൊണ്ട് മാത്രം, ഖജനാവിലെ ഫണ്ട് കൃത്യമായി യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മാത്രം വന്ന താമസങ്ങളാണ്, കാലതാമസമാണ് ഇന്ന് അത് താക്കോൽ കൈമാറുന്നതിൽ നിന്ന് സർക്കാരിനെ പുറകോട്ട് വലിക്കുന്നത്. വയനാട് പോയി കൽപ്പറ്റ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് കാണാം, ഏക്കർ കണക്കിന് സ്ഥലം ഇങ്ങനെ എടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. 178ഓളം വീടുകൾ ഏകദേശം പണി പൂർത്തിയായി നിൽക്കുകയാണ്. എങ്ങനെ നുണ പറയാമോ, എങ്ങനെ നുണ പറഞ്ഞ് കാര്യങ്ങളെ മാറ്റിമറിക്കാമോ? VD സതീശന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷവും കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തൊരു ശക്തിയായി മാറാൻ സാധിക്കാത്ത പോയ UDF-ലെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അധപ്പതനത്തിൻ്റെ ഏറ്റവും വലിയ പടുകുഴിയിലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് ഇന്നും അവർ വയനാട് CPM പണിതു കൊടുത്ത വീടുകൾക്ക് ഒരു പോരായ്മ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ലീഗിന് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, അവർക്ക് വളരെ പെട്ടെന്ന് ഫണ്ട് സമാഹരിക്കാൻ കഴിഞ്ഞു. അവർക്ക് മറ്റൊരു പ്രോട്ടോകോളും നോക്കേണ്ടതില്ല. അവർ സാങ്ഷൻ എടുത്തു, മുമ്പോട്ട് പോയി 58 വീടുകൾ ചെയ്തു കൊടുത്തു. നല്ലത് തന്നെ. ലീഗ് ചെയ്ത പ്രവർത്തനം ഒരു കേഡർ സംവിധാനത്തിൽ UDF-ൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കുമില്ല. രാഷ്ട്രീയ കേരളത്തിൽ കോൺഗ്രസ് തറപറ്റി കിടക്കുന്നിടത്ത് 100% ഉറപ്പിച്ചു പറയാം, അവർ ലീഗിൻ്റെ ഗോൾ പോസ്റ്റിൽ കയറി ഗോളടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കോൺഗ്രസ് ഈ നാടിനോട് ചെയ്ത വഞ്ചന, കല്ലിട്ടെടുത്ത് ഒരു കല്ലില്ലാത്ത അവസ്ഥ, ഒരു പ്രാദേശിക ലോക്കൽ ബോഡിയിൽ പോയി ഒരു സാങ്ഷന് വേണ്ടി റിക്വസ്റ്റ് പോലും വെച്ചിട്ടില്ല എന്നുള്ള നഗ്ന സത്യം, ഇതെല്ലാം ഈ നാടിൻ്റെ പൊതുബോധത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ലീഗ് പണിത് കൊടുത്ത വീട് UDF-ന്റെ വീടായി, കോൺഗ്രസിൻ്റെ വീടായി ഇപ്പോൾ മാറ്റാൻ ശ്രമിക്കുന്നവരോടാണ് കൃത്യമായി രാഷ്ട്രീയ കേരളം പറഞ്ഞു വെക്കുന്നതെന്ന് കൂടി ഓർക്കുക.